കൃത്യമായ ആരോഗ്യ ചിട്ടയോടെ ജീവിക്കുന്ന മനുഷ്യനാണ് മമ്മൂട്ടി. ഹെൽത്ത് ചെക്കപ്പുകൾക്കും പരിശോധനകൾക്കും ഒന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം വരുത്താറില്ല. ഭക്ഷണകാര്യത്തിൽ പോലും അദ്ദേഹം പാലിക്കുന്ന ചിട്ട യുവാക്കൾക്ക് പോലും മാതൃകാപരമാണ്. അത്രത്തോളം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയുമാണ് അദ്ദേഹം മുന്നോട്ടു പോയിരുന്നത്. പപ്പായ ഇഷ്ടഭക്ഷണമായ മമ്മൂക്കയ്ക്ക് ഭാര്യ സുൽഫത്ത് തയ്യാറാക്കുന്ന മസാലപ്പൊടികളാണ് ഏറ്റവും പ്രിയം. അതുവെച്ചാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഷെഫ് ഭക്ഷണം തയ്യാറാക്കുന്നതും. അത്രത്തോളം ശ്രദ്ധയാണ് ഭക്ഷണകാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് പതിവില്ലാതെയുണ്ടായ ഛർദി സീരിയസ് ആയി എടുത്തതും അതിവേഗം അദ്ദേഹത്തെ ആംസ്റ്ററിലേക്ക് എത്തിച്ചതും. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുടൽ ക്യാൻസറിൻ്റെ ആദ്യഘട്ടമാണെന്ന് സ്ഥിരീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോലും എത്തിയിട്ടില്ല. മൂന്നും നാലും സ്റ്റേജിലുള്ളവർ പോലും വിജയകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാലത്താണ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോലും കടന്നിട്ടില്ലാത്ത അവസ്ഥയിൽ മമ്മൂട്ടിയുടെ രോഗാവസ്ഥ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആരാധകർക്കും മലയാളികൾക്കും ആശങ്കപ്പെടാനായി യാതൊന്നുമില്ല. ഒരു മുൻകരുതൽ എന്നോണം ചെറിയ റേഡിയേഷനിലൂടെ മാറ്റിയെടുക്കാമെന്നാണ് ഡോക്ടർമാർ ഒരുമിച്ച് നൽകിയ റിപ്പോർട്ടും. തുടർന്നാണ് ആംസ്റ്ററിൽ നിന്നും മരുമകൻ ജോലി ചെയ്യുന്ന ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതും. അവിടെയും നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് ചികിത്സ തുടങ്ങാനിരിക്കെ രാവിലെ മുതൽ അദ്ദേഹത്തിന് ചെറിയ പനി അനുഭവപ്പെട്ടതിനാൽ ചൂടൊന്ന് താഴ്ന്ന ശേഷം 2 ദിവസത്തെ വിശ്രമം കഴിഞ്ഞ് റേഡിയേഷൻ ചികിത്സ തുടങ്ങാമെന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം മമ്മൂട്ടി ഷൂട്ടിങ്ങിൽ നിന്നും ഇടവേളയെടുത്തത് റംസാൻ നോയമ്പ് കാലമായതിനാലാണെന്നും അദ്ദേഹത്തിന് ക്യാൻസർ രോഗമില്ലെന്നുമാണ് കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ PR ടീം എന്ന് പറയുന്ന വിഭാഗം അറിയിച്ചത് എന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ട്. എന്നാൽ കൊച്ചിയിലെന്നല്ല എവിടെയും മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു PR ടീമേ ഇല്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വെളിപ്പെടുത്തലുകളോ ഇങ്ങനെയൊരു രോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുമില്ല. റമദാൻ നോമ്പ് പ്രമാണിച്ചാണ് അദ്ദേഹം അവധിയെടുത്തിരിക്കുന്നത് എന്ന് ഈ PR ടീം എന്ന് പറയുന്ന സംഘം വെളിപ്പെടുത്തിയെന്നാണ് വാർത്തകളിൽ വന്നത്. എന്നാൽ മുമ്പും റമദാൻ കാലത്ത് മമ്മൂട്ടി ഷൂട്ടിങ്ങുകൾക്ക് അവധി നൽകി ഇടവേളയെടുത്ത് വീട്ടിലിരിക്കുന്ന പതിവ് ഉണ്ടായിട്ടില്ല. പതിവ് പോലെ തന്നെ റമദാൻ കാലത്തും ജോലി ചെയ്താണ് അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലടക്കം ഭക്ഷണം വിളമ്പി നൽകിയതും സഹപ്രവർത്തകർക്കൊപ്പം ചേർന്നിരുന്ന് കഴിച്ചതും. 100 കോടി രൂപയുടെ ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് മമ്മൂക്ക ഇപ്പോൾ അഭിനയിക്കുന്നത്. ആ ചിത്രത്തിന് പേരിട്ടിട്ടില്ല. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും അടക്കം വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ചിത്രത്തിന് 150ഓളം ദിവസങ്ങളാണ് മമ്മൂട്ടി ഡേറ്റ് നൽകിയിരുന്നത്. അതിനിടയിലാണ് അദ്ദേഹം ചികിത്സയ്ക്കായി വിട്ടുനിൽക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.